നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരക്കുകളും ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സ്ഥലമല്ല മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു ഒറ്റ കാര്യം, ചില ആൾ പറയും സമയമില്ല സാറേ, ടൈമില്ല, അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെ ചെയ്യണം, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുണ്ട്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള ഒരു വഴിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ തീർക്കാനുള്ള വഴി നമ്മുടെ മുമ്പിലുണ്ട്. അതിന് ലാസ്റ്റ് പ്രയോറിറ്റി. എന്നാൽ ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന മേഖലയ്ക്ക് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മാറ്റിപ്പിടിക്കുക. നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട ആളുകൾ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവർ പറയുന്ന വാക്കുകൾ കേട്ട് ഇറങ്ങാൻ വേണ്ടി തയ്യാറാക്കുക. 10ഉം 15ഉം 20ഉം കൊല്ലമായിട്ട് ഒരു കമ്പനിയിൽ നിന്നിട്ട് ഒരു 10 റുപ്യ ബാലൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു 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 ചെറിയ ടൈം നമ്മൾ ഇവിടെ കൊടുക്കൂ. ഒരു 1-2 വർഷം നമ്മൾ ഇവിടെ ഒന്ന് ഇട്ട് നോക്കൂ. ആ ടൈം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. ആ ടൈമിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കും. പേര് വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. റനിലാൽ എന്നാണ് പേര്. കോഴിക്കോട് ജില്ലയിൽ പയ്യോളിയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ വരുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ബാംഗ്ലൂരിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അതായത് ഒരു തരത്തിലുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് MBA ആണ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോ MBA പഠിക്കുകയാണ്. BBA കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേര്, എൻ്റെ ഒരു സുഹൃത്ത് അരുണ്, പുള്ളിക്കാരൻ ഇവിടെ നാട്ടില് മറ്റു പല ജോലികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ബിസിനസ് അല്ലെങ്കിൽ MBA പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരേക്ക് പോകുന്നു. ഇപ്പൊ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെല്ലാവരെയും ഒരു 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 വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യും ജീവിതത്തിൽ, അല്ലെ? അതായത് ബിസിനസ് ആദ്യമായിട്ട് പറയുന്ന ആളെ നമ്മളൊരു ഒരു കാലന്റെ രൂപത്തിലാണ് നമ്മൾ കാണുക, നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ. കാരണം അങ്ങനെ ഒരു കാലൻ ആയിരുന്നു എൻ്റെ ഗ്രേറ്റ് ലീഡർ അരുൺ സാറ്. അപ്പം ആദ്യമായിട്ട് എന്നോട് ഈ ഒരു അവസരം പറയുന്ന സമയത്ത് എനിക്കൊരു കാലന്റെ രൂപത്തിലാണ് പുള്ളിക്കാരൻ ഇത് പറയുന്നത്. കാരണം എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ. കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഈ മേഖലയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയൊരു കാര്യമാണ്, അതായത് കാലനായിട്ട് വന്ന് അതേ വ്യക്തി തന്നെ ദൈവമായിട്ട് മാറുന്ന ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ പുള്ളിക്കാരൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എന്നെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള മോഡലും പല തരത്തിൽ എന്താ പറയാ എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ പല ഐഡിയകൾ പ്രൊഡക്റ്റ് തന്നു, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, പല മീറ്റിങ്ങുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ഐഡിയാസുകൾ. ഇപ്പൊ 2,10,000 എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ചില സമയത്ത് ഞാൻ പറയും 2,10,000. അന്നേരം പറയാം അതൊന്നുമല്ല, കോടികളാന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും എടാ, ഈ തട്ടിപ്പ് പരിപാടിയിലൊന്നും വെറുതെ പോയി പെട്ടു പോണ്ട. അപ്പൊ ഞാൻ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഞാൻ പുള്ളിക്കാരന് അങ്ങോട്ട് ഉപദേശം കൊടുക്കും. അപ്പൊ ചില ദിവസങ്ങളിൽ പുള്ളിക്കാരൻ പറയും ശരിയല്ലേ, ഇതും കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ നെഗറ്റീവ് ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞേക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 6 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബിസിനസിനെ കുറിച്ച് ഞാൻ അങ്ങോട്ട് നെഗറ്റീവ് പറയും, പുള്ളിക്കാരൻ ഇങ്ങോട്ട് പോസിറ്റീവുകൾ പറയും. ചില സമയത്ത് ഞാൻ പറയുന്നത് കേട്ട് പുള്ളിക്കാരൻ നെഗറ്റീവ് ആവും. ഇങ്ങനെയൊക്കെ ഒരു 6 മാസമാണ് ഞങ്ങളുടെ ടോക്ക് നീണ്ടു നിന്നത്. അതിനുശേഷം ഒരു ദിവസം പുള്ളിക്കാരൻ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഈ ബിസിനസ്സിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 300-ന് മുകളിൽ ആളുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തായാലും വലിയൊരു സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗൂഗിൾ മീറ്റ് ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ലീഡേഴ്സിനും അഭിനന്ദനങ്ങൾ. അപ്പോ ഏകദേശം 300-ന് മുകളിലുള്ള 300-ന്റെ അടുത്തുള്ള ആളുകൾ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഈ ബിസിനസ്സിനെ ശക്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണെന്നില്ല. ചിലപ്പം നോക്കാം ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുണ്ടാവാം. ഇനി ചിലപ്പോൾ നിർബന്ധിച്ച് ഇതിൽ ഇപ്പൊ കയറ്റിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അങ്ങനെ പല തരത്തിലായിരിക്കും. ചില ആൾ നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ് ഉണ്ടാവുക. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, അതായത് നമുക്കൊരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒരു കാരണം ഉണ്ടാവും. ചെയ്യാനൊരു കാരണം ഉണ്ടാവും, ചെയ്യാതിരിക്കാനും ഒരു കാരണം ഉണ്ടാവും. അപ്പം നിന്റെ ചെയ്യാതിരിക്കാനുള്ള നിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് പുള്ളിക്കാരനോട്. അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം ചിരിക്കുകയാണ്.
കാരണം എന്റെ മനസ്സിൽ കടന്നുകൂടിയ സംശയങ്ങളൊക്കെ കേട്ട സമയത്ത് പുള്ളിക്കാരൻ ഇപ്പൊ ഞാൻ 2,10,000 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാ നമ്മൾ ചെലവാക്കുക എന്നൊക്കെ ആയിരുന്നു പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചത്. അതുപോലെ തന്നെ ഈ ബിസിനസ് പൊട്ടിപ്പോവോ, അല്ലെങ്കിൽ ഈ ബിസിനസ് ഇത് കമ്പനി നല്ലതാണോ, ഇവിടെ ലീഗൽ വശങ്ങളുണ്ടോ, ഇനി ഞാനൊരു സ്ട്രോങ് ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ശക്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് അങ്ങോട്ട് ലൈഫ് ലോങ് ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ അല്ലെ നമ്മൾ ആ സമയത്ത് പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ, അത് ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു. അപ്പൊ ചോദിക്കുന്ന സമയത്ത് എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ആൻസർ ആണ് പുള്ളിക്കാരൻ തന്നത്. അതായത് ഞാൻ എന്താണോ ശരിക്ക് ഞാൻ ഇങ്ങോട്ട് ആ മറുപടി ഒന്നുമല്ല പ്രതീക്ഷിച്ചത്, പക്ഷെ എന്നെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലേക്ക്, ഈ ബിസിനസ്സിനെ ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് പുള്ളിക്കാരൻ കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ സംസാരിച്ച സമയത്ത് എൻ്റെ ലൈഫിൽ ശരിക്കു പറഞ്ഞാൽ ഒരു ദൈവം വന്ന് ഒരു അവസരം തരുന്നത് പോലെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അന്ന് നൈറ്റ് നന്നായിട്ട് ആലോചിച്ച് ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഇനി എൻ്റെ പഠനം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് വിചാരിച്ച് ഞാൻ ആ പഠനം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഫുൾ ടൈം കരിയർ ആയിട്ട് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി സെലക്ട് ചെയ്തു. അപ്പൊ ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഐഡിയാസുകളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്, അത് ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ് സുഹൃത്തുക്കളെ എന്ത് ചെയ്യാം, ഈ ഫോൺ വഴി തന്നെ കംപ്ലീറ്റ് വർക്ക് തന്നു കഴിഞ്ഞു കേട്ടോ, കാരണം ഏകദേശം 6 മാസമാണല്ലോ നടന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, ഒരു ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ് സുഹൃത്തുക്കൾ, ഒരു ഓർഗനൈസേഷൻ കംപ്ലീറ്റ് എന്റെ ഫാമിലിയും. അപ്പൊ പരിപാടി എനിക്ക് തോന്നുന്നു 2 മാസം കൊണ്ട് പരിപാടി കഴിച്ചിട്ട് വേഗം തിരിച്ച് ബാംഗ്ലൂരേക്ക് തന്നെ വരാന്നൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഐഡിയ. പിറ്റേന്ന് ട്രെയിനിൽ പോകുമ്പോൾ ഇതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ നാട്ടിൽ വന്ന് ഞാൻ ഓരോരുത്തരോട് ഇങ്ങനെ ബിസിനസ് പറയാനും എന്റെ സുഹൃത്തുക്കളോട് പറയാനും ഫാമിലിയോട് പറയാനും ഒക്കെ ഇങ്ങനെ ശ്രമിച്ചു. അപ്പൊ ഓരോ പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് കിട്ടിയത് കംപ്ലീറ്റ് നെഗറ്റീവ്സ് ആണ്. അതായത് ഞാൻ എന്താണോ കണ്ടത്, ഞാൻ കൺവിൻസ് ആയതുപോലെയല്ല, ഞാൻ എത്ര പറഞ്ഞിട്ടും അവർക്ക് ബോധ്യപ്പെടുന്നില്ല. അവസാനം എന്നാൽ ആവുന്ന തരത്തിൽ മുഴുവനും ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ ഒന്നിട്ടും നടക്കുന്നില്ല. ഞാൻ ഫൈനലി പുള്ളിക്കാരനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, അതായത് എന്തായാലും എക്സാം ഒക്കെ അടുക്കാനായി, തിരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ബാംഗ്ലൂരേക്ക് പോവുക, ഇത് വിചാരിച്ച പോലെ നടക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരനോട് എന്ത് പറഞ്ഞു, തിരിച്ച് അങ്ങോട്ടേക്ക് വീണ്ടും ഒരു നെഗറ്റീവ് എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് ഒരാളെ കാണണം. അപ്പൊ അങ്ങനെ എന്നെ വടകര എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി. അപ്പൊ വടകരയിൽ അന്ന് ഒരു 2 ലീഡേഴ്സ് അന്ന് ഉണ്ടായിരുന്നു, എന്റെ പ്രിയപ്പെട്ട ഫേവറേറ്റ് 2 ലീഡേഴ്സ്. ഒന്ന് MS പ്രസാദ് എന്ന് പറയുന്ന ഒരു ലീഡറും, അതുപോലെ ദിനേഷ് പയ്യന്നൂർ ITC എന്ന് പറയുന്ന ലീഡറും. അപ്പോൾ അങ്ങനെയുള്ള 2 ലീഡേഴ്സിനെ കാണാനുള്ള ഇടയുണ്ടായി. അപ്പം അവരുടെ അടുത്ത് നിന്ന് ഞാൻ എന്താണ് ഈ ഒരു ബിസിനസിന്റെ സാധ്യത, അല്ലെങ്കിൽ ഈ ബിസിനസ് ഏത് രീതിയിൽ ചെയ്യണം എന്ന് ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് എനിക്ക് അവരൊരു ഐഡിയ തന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത് ലിസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്യണം, അതുപോലെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് ബിസിനസ് പറയരുത്, ഒരു ടീമായിട്ട് പോകണം, അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും. ഈ ബിസിനസിന്റെ ഒരു മോഡൽ, അതായത് ഏതൊരു കാര്യവും ചെയ്യാൻ അതിനൊരു റൂട്ട് ഉണ്ട്, ആ റൂട്ടിലൂടെ ചെയ്താൽ മാത്രമേ ആ ബിസിനസ് അല്ലെങ്കിൽ ഏത് കാര്യവും സക്സസ് ആവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ ഒരുപക്ഷെ ഒരു 10% ആളുകൾ ഈ ബിസിനസ്സിൽ ചിലപ്പം എന്തായേക്കാം, ചിലപ്പം ഈ ബിസിനസ് നിർത്തിയേക്കാം, അല്ലെങ്കിൽ ചെയ്യാതെ പോയേക്കാം, ഇതൊക്കെ നടന്നേക്കാം. അങ്ങനെ ഒരു 10% ആളുകൾ ഈ ബിസിനസ്സിൽ നിന്നും പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ റൂട്ടിലൂടെ ബിസിനസ് ചെയ്യാത്ത ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പം അന്ന് എന്റെ മനസ്സിലുണ്ടായ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്, ഈ ബിസിനസ്സിലൂടെ തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഇഷ്ടം പോലെ വ്യക്തികളെ ബിസിനസ്സിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്ക് അന്ന് ഉണ്ടായി. അതിനുശേഷം ലിസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്തു, ഒരുപാട് വ്യക്തികളെടുത്ത് ബിസിനസ് പറഞ്ഞു. അങ്ങനെ എനിക്ക് പയ്യോളിയിൽ നിന്നൊക്കെ കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആ സ്റ്റാർട്ട് ചെയ്ത ആളുകളൊക്കെ വെച്ചിട്ട് ഞാൻ പയ്യോളി, അറിയുന്ന ആളുകൾക്കറിയാം, പയ്യോളി അക്ഷര കോളേജ് ഉണ്ട്, പഴയ അക്ഷര കോളേജ്, അതിന്റെ അടുത്തൊരു അക്ഷരമുറ്റം എന്ന് പറയുന്ന ഒരു ഹാൾ ഉണ്ട്. ആ ഹാളിൽ വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്, ചെറിയൊരു പ്രോഗ്രാം, കുഞ്ഞു പ്രോഗ്രാം. അതിൽ എനിക്ക് തോന്നുന്നു പല ദിവസങ്ങളിലും ചില ദിവസം 2 പേരുണ്ടാവും, ചില ദിവസം 5 പേരുണ്ടാവും, ചില ദിവസം 10 പേരുണ്ടാവും, ചില ദിവസം ആരും ഉണ്ടാവൂല. ഇങ്ങനെയൊക്കെ എന്താ പറയാ, ഒഴിഞ്ഞ കസേരകൾ വരെ നോക്കിയിട്ട് GTS പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ചില ദിവസം അതൊക്കെ വലിയൊരു കോമഡിയാണ്. കാരണം ചില ദിവസം നമ്മൾ പോസ്റ്ററൊക്കെ വിട്ടിട്ട് GTSന് ആളുകളൊക്കെ ക്ഷണിക്കും. നോക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു 5 പേരുണ്ട്, അവരും വരൂല, ഗസ്റ്റും ഉണ്ടാവൂല.
പക്ഷെ നമ്മള് അന്നത്തെ ദിവസം നമ്മൾ ഈ എന്തായാലും എംസിക്കും അതുപോലെ തന്നെ അല്ലെ GTS എടുക്കുന്ന ആൾക്ക് നിർബന്ധമായിട്ട് വരണം. ഇന്ന് തന്നെ ആര് കയറിയിട്ടില്ലെങ്കിലും ഇന്ന് MC എടുക്കുന്ന നമ്മുടെ റസാഖ് സാറിന് എന്തായാലും കയറേണ്ടി വരും അല്ലെ എന്ന് പറയുന്നത് പോലെ അവിടെ MCയും GTS എടുക്കുന്ന ആൾക്ക് നിർബന്ധമായിട്ട് വരണമല്ലോ. അപ്പം അവര് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അവര് പറയും അതായത് എന്താ പറയാ പിന്നെ സാറേ പ്രോഗ്രാം തുടങ്ങണ്ടേ. അപ്പം GTS എടുക്കുന്ന ആള് പറയാണ് അല്ല ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ട് എടുക്കാൻ ഒരു ആവേശം ഉണ്ടാവുന്ന പറഞ്ഞു. നമ്മൾ ആര് വന്നിക്കില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചേർന്ന് നോക്കിയാലും എടുത്തോ. കാരണം ആളുകൾ വന്നാൽ പിന്നെ നമുക്ക് പഠിക്കാൻ സമയമില്ല. ആളുകൾ വന്നാൽ നമുക്ക് പഠിക്കാൻ സമയമില്ല. നമുക്ക് പഠിക്കാൻ സമയം എപ്പോഴാണ്? ആളുകൾ വരുന്നത് വരെയാണ്. ഇന്ന് ആദ്യമായിട്ട് ഈ ബിസിനസ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു കൺഫ്യൂഷനാണ്, എനിക്ക് ആരും വരുന്നില്ല, എനിക്ക് ആളെ കിട്ടുന്നില്ല. ഇതെല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അല്ലെ, എനിക്ക് ആളെ കിട്ടുന്നില്ല, ആളുകൾ വരുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതേ സമയത്ത് പറയും ചിലപ്പോ എന്താ പറയാ ചില മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്റെ ഒരു ഭാഗത്ത് ബെല്ലി സാറും ഒരു ഭാഗത്ത് ശൈലേഷ് സാറും അല്ലെങ്കിൽ അനീഷ് സാറും അല്ലെ അനൂപ് സാറും ഒക്കെ എന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായിട്ടുണ്ടാവും, ഞാൻ വലിയ രക്ഷപ്പെട്ടു പോകില്ലേനോ അല്ലെ എന്റെ ഭാഗ്യമായിരിക്കൂലെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാളോട് ബിസിനസ് പറയുന്ന സമയത്ത് അതൊരു ബെല്ലി സാറോ അല്ലെങ്കിൽ ഒരു അനൂപ് സാറോ ഒരു പ്രസാദ് സാറോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇപ്പം ബിസിനസ് പറഞ്ഞൊരു വ്യക്തി. എന്നാൽ അവരങ്ങനെയായി മാറണമെങ്കിൽ ഇപ്പം എന്താ പറയാ, നമ്മളിപ്പോ ഇപ്പൊ ബെല്ലി സാറായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന് തൊട്ടു മേലെയുള്ള അപ്ലൈ ലീഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ അനീസ് സാറോ അനൂപ് സാറോ ഒക്കെ അവരുടെ കഴിവ് അനുസരിച്ച് വലിയ ലീഡർമാർ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിന് ഓർഗനൈസേഷനിൽ വരുന്ന വെല്ലി സാറൊക്കെ അച്ചീവ്മെന്റ് നേടുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മുടെ താഴെയുള്ള ലീഡേഴ്സ് ഇവരൊക്കെ ആയി മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മളാണ്. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ലീഡേഴ്സിന് കിട്ടൂ. കാരണം ഇവരുടെ കൂടെ ആരാണ് വർക്കിന് പോകേണ്ടത്? നമ്മൾ ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഞാനൊക്കെ അന്ന് ചിന്തിച്ച കാര്യമാണ്. കാരണം എൻ്റെ ഓർഗനൈസേഷനിൽ പ്രസാദ് സാറോ ദിനേശ് സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോ എന്താ പറയാ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. അപ്പോ അവരങ്ങനെയായി മാറണമെങ്കിൽ അതിനു മുകളിലുള്ള ഇപ്പൊ മുബീൻ മുഹമ്മദ് സാർ ആവാൻ ഞാൻ തയ്യാറാവണം എന്ന് പറയുന്നത് പോലെയാണ് ഈ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ പഠിക്കാനുള്ള സമയം ആള് വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം എന്താ, പഠിക്കാൻ നമുക്ക് സമയമുണ്ട് ഉള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആരും വരാത്ത സമയത്ത് പോലും നന്നായിട്ട് പഠിക്കാനും കൂടുതൽ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് എൻ്റെ ഒരു എന്താ പറയുക ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മാക്സിമം പ്രോഗ്രാമിൽ കയറി മാക്സിമം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു പയ്യോളിൽ നിന്നും ഒരു 5 പേരൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും പിന്നെ ഹാളിൽ ഒരു 20 പേരായി. പിന്നെ ഒരു പ്രോഗ്രാമൊക്കെ വെച്ച സമയത്ത് അത് 100 പേരായിട്ട് മാറി. പിന്നെ അങ്ങനെ ഹാളിൽ നമുക്ക് ആളെ തികയാത്തൊരവസ്ഥയൊക്കെ വന്നപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് മീറ്റിംഗ് ഒക്കെ മാറ്റി. ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ന് ഏകദേശം ID ഓപ്പൺ ആക്കി നോക്കിയാൽ ഏകദേശം 180 മുകളിൽ TC ആൻഡ് അബോവ് ലീഡേഴ്സ് മാത്രം ഇന്ന് ടീമിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് നാഷണൽ ടീം കോർഡിനേറ്റർ ആണെങ്കിൽ ടീമിൽ ഏകദേശം 3ഓളം വ്യക്തികൾ നാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരു CTC ഉണ്ട്, ഒരുപാട് RTCകൾ ഉണ്ട്, ഇഷ്ടംപോലെ STCകൾ ഉണ്ട്, ഒരുപാട് TCW ലീഡേഴ്സ് ഒക്കെ വരുന്ന തരത്തിലേക്ക് ഏകദേശം 9000-ന് മുകളിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ന് ഓൾ ഓവർ വേൾഡിൽ എല്ലാ സ്ഥലങ്ങളിലായിട്ട് ടീം ഇന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ടച്ചിങ് CTC ആണ്. എന്തായാലും വലിയ ഒരുപാട് അച്ചീവ്മെന്റുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ യൂസ് ചെയ്യുന്നത് പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയിരിക്കുന്ന ഫോക്സ് വാഗന്റെ GT ബ്ലാക്ക്, അതായത് ഫുൾ എഡിഷൻ ഒരു കാറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു ടിയാഗോ എന്ന് പറയുന്ന കാറ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്വന്തമാക്കാൻ, ഇപ്പൊ ലൈഫിൽ എന്ത് നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, അതുപോലെ തന്നെ ഒരു പാർപ്പിടം, വാഹനം, സഞ്ചരിക്കാനുള്ള എന്താ പറയാ വാഹന സൗകര്യങ്ങൾ, ബൈക്ക് ഉണ്ട്, കാറുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ്, അത്യാവശ്യം ബാങ്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ രീതിയിലേക്ക് ഒരു ജീവിതത്തിൽ നല്ലൊരു സെറ്റിൽ ആയി എന്നുള്ള ലെവലിലേക്ക് വേണമെങ്കിൽ പറയാം. അതിന് സമ്മാനിച്ച മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി മാനേജ്മെന്റിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പം എന്തായാലും ഈ തരത്തിലേക്ക് ഒരുപാട് അച്ചീവ്മെന്റുകൾ 2,10,000 എന്ന് പറയുന്ന ഫിഗർ
സ്പീക്കർ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും അതൊന്ന് കണ്ടിന്യൂ എന്നുള്ള ലെവലിലേക്ക് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, പയ്യോളി അക്ഷരമുറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല ദിവസങ്ങളിലും ആരും വന്നിട്ട് പോലും ഇല്ല എന്നുള്ളത്. അപ്പം ആ സമയത്ത് പോലും നമ്മളിത് ചെയ്യാൻ, ആവേശത്തോടു കൂടി ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ കാണിച്ചു എന്നുള്ളതാണ്, അല്ലെ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരാളെ വിളിച്ചു, ആളുകൾ വരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കൂടെ ആളുകൾ വരണമെങ്കിൽ ആദ്യം അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ബോധ്യപ്പെടണം, എന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാളുടെ കൂടെ ഞാൻ കൂടിയാൽ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു വരൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പറയുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം. നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക്, നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത്, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയുന്ന സമയത്ത് അവർക്ക് ബോധ്യപ്പെടണം എന്ത്, ഇയാളുടെ കൂടെ വന്നാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടും എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവസരം നമ്മൾ അവരോട് പ്രസന്റ് ചെയ്യേണ്ടത്. അതിന്റെ ആ ഒരു സിറ്റുവേഷൻ, അതിന്റെ കാര്യങ്ങള്, അത് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഡ്രസ്സിൽ പോലും അതിനുള്ളൊരു എന്താ പറയുക ഒരു കാര്യമുണ്ട്, അല്ലെ? നമുക്ക് അതിനുള്ള എല്ലാ തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒരാളോട് പറയുന്ന സമയത്ത് എന്താ പറയാ, വളരെയധികം എന്താ പറയാ, ഒരു കേട്ട് കഴിഞ്ഞാൽ തന്നെ വിചാരിക്കും ഇതെന്തോ ഒരു സൈഡ് പരിപാടിയാണ്, എൻ്റെ കയ്യിൽ ഒരു സൈഡ് പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, ചില ആളോട് പറയുന്ന സമയത്ത് ഒന്നും വേണ്ട, ചെറിയൊരു 100 രൂപ തന്നാൽ പോലും ഐഡിയ അടിക്കാം, അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട്, നീ ഒരു പേസ്റ്റ് എടുത്താൽ മതി, നിനക്ക് ഐഡിയ അടിക്കാൻ വേണ്ടി പറ്റും, ഒരു ഫോട്ടോ എടുക്കാലോ, നമുക്കൊരു ബ്രൗഷർ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാലോ, ഒരു നിന്റെ പേരും അഡ്രസ്സും തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അവർ ബോധ്യപ്പെടുന്ന എന്താണ്, അല്ലെ? അവർക്ക് ബോധ്യപ്പെടുന്നത്, ഇനി നമ്മൾ ചില ആളടുത്ത് വർക്കിന് പോകുമ്പം തന്നെ വളരെയധികം സങ്കടത്തിലായിരിക്കും. ഇപ്പൊ വീട്ടിൽ നിന്ന് അടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്, ചിലപ്പോ ഭർത്താവ് വൈഫ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ, ഭർത്താവ് സമ്മതിക്കാത്ത ഭാര്യമാരുണ്ടാവാം, ഭാര്യമാര് സമ്മതിക്കാത്ത ഭർത്താക്കന്മാരുണ്ടാവാം. ചിലപ്പോ വീട്ടിൽ നിന്ന് അടിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫീൽഡിലേക്ക് ഇറങ്ങുന്നുണ്ടാവുക, ഒരാളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയുള്ള ദേഷ്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഫീൽഡിൽ തീർക്കുന്നുണ്ടാവുക, ഒരാളെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അയാളോട് സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ അതൊന്നും എന്ത് ചെയ്യരുത്, നമ്മുടെ മുഖത്ത് കാണരുത്. ചില ആൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, കടങ്ങളും പ്രശ്നങ്ങളും മറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാവും, ഇയാൾക്ക് ഫുള്ള് കടാന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ദാരിദ്ര്യമോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ആ ഒരു പാവത്തരം ഒന്നുമല്ല അവര് കാണേണ്ടത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തോന്നണം, ഇയാളുടെ കൂടെ വന്നാൽ രക്ഷപ്പെടുന്നുള്ളത്. അപ്പൊ അത് ഏറ്റവും നല്ല ഭംഗിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ഏറ്റവും നന്നായിട്ട് നമുക്കറിയാം, സക്സസ് ഈക്വൽ ടു എക്സൈറ്റ്മെന്റ് എന്നുള്ളതാണ്. എക്സൈറ്റ്മെന്റ് നമ്മൾ കൊണ്ടുവരിക, ആവേശം കൊണ്ടുവരിക. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും, എനി ടൈം ഒരാളെ നമ്മൾ കാണുന്ന സമയത്ത് വളരെ പവർഫുൾ ആയിരിക്കണം നമ്മൾ, അല്ലെ? വിജയിക്കാൻ പോകുന്നില്ല, അല്ലെ? കോടീശ്വരനാവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് എന്താണ്? കോടീശ്വരനാവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരു കോടീശ്വരന്റെ മെന്റാലിറ്റിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസാദ് സാറൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മളൊരു കാർ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ആ ഷോറൂമിൽ കയറിയിട്ട് ആ കാർ ഒന്ന് ആ കാറിന്റെ വില എത്രയാണെന്നൊന്ന് ചോദിക്കുക, എന്നിട്ട് ആ കാറിലൊന്ന് കയറി ഇരിക്കുക, പറ്റുമെങ്കിൽ അതിനൊന്ന് സ്മെല്ല് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും ഒരു കോടീശ്വരന്റെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ഈ ബിസിനസ് എന്താ പറയാ, നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള തരത്തിലേക്ക് നമ്മൾ മാറുന്നുള്ളതാണ്. പലരും കേട്ടിട്ടുണ്ട്, എനിക്ക് 2,10,000 ഒന്നും വേണ്ട, ഒരാഴ്ചക്ക് ഒരു 10,000 ഒക്കെ കിട്ടിയാൽ മതി, മാസം എങ്ങനെയായാലും ഒരു 40 ഉറുപ്പ്യൊക്കെ കിട്ടുമല്ലോ, അത് കിട്ടിയാൽ തന്നെ സന്തോഷം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ടീമിന് എത്രയായിരിക്കും വരുമാനം, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് എത്രയാണ് വരുമാനം നമ്മൾ ചിന്തിച്ചാൽ മതി.
അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിന് ഒരു റൂട്ട് ഉണ്ട്. ആ റൂട്ട് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് കയറി മാക്സിമം ലീഡേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പൊ തന്നെ നമുക്കറിയാം. ഈ ഗൂഗിൾ മീറ്റ് ഒക്കെ വെക്കുന്നതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടാവാം. അപ്പൊ ലീഡേഴ്സ് എഫേർട്ട് എടുത്ത് പല പ്രോഗ്രാമും വെക്കുന്നത് നമ്മുടെ ടീമിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ആ പ്രോഗ്രാമിൽ കയറിയിരിക്കാനും നിങ്ങളുടെ ടീമിനെ മുഴുവൻ അവിടെ പങ്കെടുപ്പിക്കാനും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ വന്ന് ആ പ്രോഗ്രാമിൽ ആവേശത്തോടു കൂടി ഇരിക്കാനും ലീഡേഴ്സ് പറയുന്നതിന് ആവേശത്തോടു കൂടി കൈയടിക്കാനും എനി ടൈം നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ എന്താ പറയാ ഷോക്ക് അടിക്കുന്ന തരത്തിലേക്കായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. എന്നാൽ എത്രയും പെട്ടെന്ന്, അല്ലാതെ ഇതിന് വേറെ ഒരു സീക്രട്ടും ഇല്ല ഇതിന്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാൻ എൻ്റെ മീറ്റിങ്ങിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്താ പറയാ ചില ദിവസങ്ങളിൽ പയ്യോളിയിൽ നിന്നും വർക്കിന് പോകുമ്പോൾ, നിങ്ങൾക്കറിയാം പയ്യോളിയിൽ നിന്ന് നമുക്ക് ലോക്കൽ ട്രെയിൻ ഉണ്ട്. അപ്പൊ ലോക്കൽ ട്രെയിനിന് തലശ്ശേരിയിലൊക്കെ വർക്കിന് പോകുന്ന സമയത്ത് പല ദിവസങ്ങളിലും ഒരു 10 രൂപ പോലും കയ്യിലില്ലാതെ പോയ ദിവസങ്ങളുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എന്താ പറയാ അവിടെ എത്തുന്നു, പോക്കറ്റിൽ ചിലപ്പോൾ 10 റുപ്യ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഇവൻ 2,10,000 കണ്ടിന്യൂ കിട്ടുന്ന ഒരാള് ആണ് എന്നുള്ള തരത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുക. കളവ് പറയൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ആവേശം കണ്ട ഓപ്പോസിറ്റ് ഉള്ള ആളുകൾ, അത് എന്റെ ടീമിലുള്ള RTC ആയിക്കോട്ടെ STC ആയിക്കോട്ടെ, അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. RTC നമീർ സാറൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരനൊക്കെ വിചാരിച്ചത്, പുള്ളിക്കാരനൊക്കെ ഒരിക്കലും എന്റെ വരുമാനം കണ്ടിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാലോ ഒരു TC റാങ്കിൽ നിന്ന് നമുക്ക് എത്രയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്രയാണ് വരുമാനം കിട്ടുക എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ ഒരു TC റാങ്കിൽ നിന്നും നമീർ സാറിനെ പോലത്തെ RTC ലീഡർക്കൊക്കെ ഞാൻ വർക്ക് കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ തന്നെ ഓൾറെഡി എന്താ പറയാ നാട്ടിലാര് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ചെയ്യുന്നുണ്ട്, അതിനെയൊക്കെ പൂട്ടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് ഞാൻ വർക്ക് കൊടുക്കുന്ന സമയത്ത് എന്റെ ഇൻകം എത്രയാണ്, 200 രൂപ വരുമാനം വെച്ചിട്ടാണ് ഞാൻ വർക്ക് കൊടുക്കുന്നത്, 210 ഒക്കെ. അപ്പൊ എന്നോടറ്റം ഒന്ന് എന്താ പറയാ ഒന്ന് ഓപ്പൺ ആക്ക്, എന്താ സാറിന്റെ വരുമാനം ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ട് ഫോൺ ഹാങ് ആണെന്നോ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വരും. പക്ഷെ അത് ചോദിക്കേണ്ടി വന്നിട്ടില്ല, കാരണം ഞാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ചിന്തിച്ച. പക്ഷെ എന്നിട്ടും എന്റെ ടീമിന്റെ ഒരു പരാതിയാണ്, പഴയ ആവേശം 200 റുപ്യ കിട്ടുന്നേരം കിട്ടുന്ന ആവേശം സാറിന് ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് ടീം പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് ആവേശമൊന്നും വേണ്ട, ഇപ്പൊ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ടീം ആവേശമായിക്കോളല്ലോ. നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഗൂഗിൾ മീറ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന തലത്തിലേക്കൊക്കെ ഒരു കൊച്ചു ലീഡറായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ബിസിനസ്സിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരുമാനം കിട്ടാത്ത സമയം ഏതാണോ ആ സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവേശത്തിലേക്ക് എത്തേണ്ടത്. കാരണം എന്താണ്? കാരണം നമുക്ക് വരുമാനം ഇല്ലല്ലോ. വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ കൂടെ ആളുകൾ കടന്നു വരണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആവേശത്തിൽ നിന്ന് എന്താ പറയാ എല്ലാവരെയും കൂടെ ചേർക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുക, അവരാവേശത്തിലേക്കായിട്ട് അവർ നന്നായിട്ട് പ്രവർത്തിക്കാനും നമ്മുടെ വരുമാനം കൂടി വരാനും നടക്കുക. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ആവേശത്തിലേക്ക് മാറുക, എക്സൈറ്റ്മെന്റ് കൊണ്ടുവരിക, കൂടുതൽ പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഓരോ സമയങ്ങളും നമുക്ക് കിട്ടുന്ന സമയങ്ങളിലെ ലാബ്സ് എന്താ പറയാ വെറുതെ നമ്മൾ കളയാതെ, ഒരുപാട് എന്റെ ലീഡേഴ്സ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ചായ കുടിച്ച ആളുകളും, അല്ലെങ്കിൽ ഒരുപാട് കല്യാണം കൂടിയ ആളുകളും, ഒരുപാട് വീട്ടിൽ കൂടൽ കൂടിയ ആളുകളും ഒന്നുമല്ല സക്സസ് ആയത്. സക്സസ് ആയ ആളുകളുടെ സ്റ്റോറീസ് നമ്മൾ എന്താ പറയാ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ അവര് 2 മണിക്കൂറായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക, അല്ലെ? ചിലപ്പം പല ദിവസങ്ങളിലും ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല, പല എഫേർട്ടുകളും എടുത്തിട്ടുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രാവശ്യം ഒരു കാര്യത്തിനെ കുറിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ട്രൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് റിസൾട്ട് വരിക. നമ്മളിപ്പം പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടല്ലേ, ഒരു കല്ല് പൊട്ടിക്കുന്ന കഥ. അതായത് കല്ല് നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെ പാറമടയിലൊക്കെ പണിയെടുക്കുന്ന ആളുകളെ കാണാം. അപ്പൊ നമ്മൾ അവിടെ ഒരു കുറ്റി വെച്ച് അടിച്ച് അതിനുശേഷം ഒരുപാട് തവണ അതിനിങ്ങനെ അടിക്കുന്നുണ്ടാവും. അടിച്ച സമയത്ത് ആ പാറ പൊട്ടും. എത്രാമത്തെ പ്രാവശ്യമായിരിക്കും? ചിലപ്പം 20ാമത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ 30ാമത്തെ പ്രാവശ്യമോ അടിക്കുന്ന അടിയിലായിരിക്കും ചിലപ്പോൾ അത് പൊട്ടുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ അടിച്ച 29 അടി അല്ലെങ്കിൽ 15 അടി, ആ അടിയിലായിരിക്കും അത് റെഡി ആയിട്ടുണ്ടാവുക.
പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? ചിലപ്പം ദൂരെ നിന്നുള്ള ഒരാൾ കാണുന്നത് പൊട്ടുന്ന മാത്രമേ കണ്ടിട്ടുണ്ടാവൂ. അതിനു മുമ്പ് അടിച്ച 15 അടികൾ കണ്ടിട്ടുണ്ടാവില്ല. എന്ന് പറയുന്നത് പോലെ ഇവിടെയുള്ള ലീഡേഴ്സ് സക്സസ് ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അവരായതുപോലെ അല്ല, അവരെ പോലെ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്താണോ ചെയ്തത് അതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക അല്ലെ. അവര് TC റാങ്കിൽ നിന്ന് ചെയ്തതും ATC റാങ്കിൽ നിന്ന് ചെയ്തോ ഒക്കെ ചെയ്യാനും നമ്മുടെ ലീഡേഴ്സ് ചെയ്തതുപോലെ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റെഡിയാവുക. വേറെ ഒരു ഷോർട്ട് കട്ടും നമുക്കില്ല. നമ്മുടെ മുമ്പേ നടന്ന് നീങ്ങിയ ആളുകൾ എന്താണോ ചെയ്തത് അത് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളത് ഇത് മാത്രമേ നമുക്കുള്ളൂ. നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഗ്രോത്ത് ലെവൽ കൂടി വരുന്നൊരു ഇൻഡസ്ട്രിയാണ്. ഒരുപക്ഷെ ഈ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നെഗറ്റീവായി? എനിക്കറിയാം എന്റെ ചുറ്റുവട്ടത്തുള്ള എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര്, എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ ഫാദർ മദർ ഒക്കെ ഇത്തരം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ചെയ്ത സമയത്ത് നമുക്കറിയാം അന്ന് എങ്ങനെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സ്കോപ്പ്, നമ്മൾ സ്കോപ്പ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ഇന്നത്തെ സാധ്യത എന്താണ്, ഇപ്പോ നമ്മൾ ബിസിനസ് ചെയ്താലുള്ള ഗുണം. അതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം എത്ര പേരാണ് ഏകദേശം ഇപ്പം 400 മുകളിലുള്ള ആളുകൾ ഇന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീറ്റിംഗ്. അപ്പൊ ഈ 400 പേരെ വെച്ച് ഞാനൊരു മീറ്റിംഗ് ഇന്ന് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഈ ഗൂഗിൾ മീറ്റിൽ കയറിയിട്ടുണ്ടാവും. അപ്പോ ഞാൻ പയ്യോളിയിൽ എന്റെ വീട്ടിലിരുന്ന് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു 10-15 വർഷം മുമ്പ് എങ്ങനെയായിരിക്കും ഈ മീറ്റിംഗ് നടന്നിട്ടുണ്ടാവുക? ഇനി 10-15 വർഷമൊന്നും വേണ്ട, ഒരു 2-3 വർഷം മുമ്പ് പോലും ഈ ഗൂഗിൾ മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മുടെ ഒരു കോവിഡിന് ശേഷമൊക്കെയാണ് ഈ ഗൂഗിൾ മീറ്റ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ സജീവമായിരിക്കുന്നത്. എന്നാൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ മാത്രമാണ് ഇത്തരം ഗൂഗിൾ മീറ്റുകളും മറ്റ് സൂം മീറ്റിങ്ങുകളൊക്കെ നടത്തി വന്നത്. അപ്പൊ ഇന്ന് എല്ലാ വീട്ടിൽ പോലും അല്ലെ, എല്ലാ വീട്ടമ്മമാര് പോലും എത്ര പ്രായമായിട്ടുള്ള ആളുകൾ പോലും ഇരുന്ന് ഗൂഗിൾ മീറ്റും സൂം മീറ്റിംഗും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രി മാറി. ഇത് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ തിയറിയാണ്. മനുഷ്യന്മാര് ഇരട്ടി വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക കൂടി വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. ചില ആളുകൾ പറയും ഞങ്ങളൊക്കെ ഇതൊരു 10-15 വർഷം മുമ്പൊക്കെ ചെയ്തതാ എന്നൊക്കെ പറഞ്ഞ് ചിലർ പല പുച്ഛത്തോടു കൂടിയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഈ 15 വർഷം മുമ്പൊക്കെ എങ്ങനെയായിരിക്കും ഇവർ ബിസിനസ് ചെയ്തിട്ടുണ്ടാവുക? ഒരു ഐഡിയ എങ്ങനെയായിരിക്കും അടിച്ചിട്ടുണ്ടാവുക? ഇനി ഒരു KYC എങ്ങനെയായിരിക്കും ഓക്കെ ആക്കിയിട്ടുണ്ടാവുക? ഒരു മീറ്റിങ്ങിന് എങ്ങനെ വിളിച്ചിട്ടുണ്ടാവുക? വാട്സപ്പോ കാര്യങ്ങളോ മറ്റുള്ളതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു പോസ്റ്റർ എങ്ങനെ, ഇനി ഫോൺ പോലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും ആളുകളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവുക? ഇത് വലിയൊരു കൺഫ്യൂഷനാണ്. കാരണം ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫോൺ പോലും ഇല്ലാത്ത കാലത്തൊക്കെ ബിസിനസ് ചെയ്ത ആളുകൾ എങ്ങനെയായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക? ഒരു ദിവസം ഒരു വ്യക്തിയെ പോയി കാണുന്നു, അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുന്നു, വിജയിക്കുന്ന ഒരു ഇൻഡസ്ട്രി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഇൻഡസ്ട്രിയുടെ ലെവല് മാറി, ഇതിന്റെ മുഖച്ഛായ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരുപാട് സോഷ്യൽ മീഡിയകളായിക്കോട്ടെ, നമ്മുടെ മീഡിയാസുകൾക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. വലിയ തരത്തിൽ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഇൻഡസ്ട്രി ഹൈ ഗ്രോത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. എങ്ങനെയാണ് നമുക്ക് പോകാൻ വേണ്ടി പറ്റുക? നമ്മൾ ഇന്ന് കാണുന്ന ഇത്തരം ഗൂഗിൾ മീറ്റിങ്ങുകൾ, പ്രോഗ്രാംസുകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ഇപ്പൊ തന്നെ നമുക്കറിയാം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുറച്ചു കാലം മുമ്പൊക്കെ നമ്മുടെ കമ്പനി സെന്ററിലൊക്കെ വരുമ്പോൾ അവിടെ എൻട്രി ഫീ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് എൻട്രി ഫീ ഇല്ല. ഇനി നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് തന്നെ, പണ്ട് കാലഘട്ടങ്ങളിൽ പ്രോഡക്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി കോയമ്പത്തൂർ മംഗലാപുരത്തൊക്കെ പോകുന്ന അവസ്ഥയാ. ഇപ്പൊ നമ്മുടെ എല്ലാ നാടുകളിലും ഔട്ട്ലെറ്റുകൾ വരുന്ന അവസ്ഥ. പേയ്മെന്റുകൾ എന്താ പറയാ, കൂപ്പൺ വഴിയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി, പേയ്മെന്റ് ആണ്. ഇനി നമുക്ക് ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോഴത്തെ നമുക്ക് കോസ്മെറ്റിക് ഐറ്റംസുകൾ കുറെ വന്നിട്ടുണ്ട്. വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഉപ്പ് മുതൽ നമുക്ക് വന്നു തുടങ്ങി. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, എന്താണോ അന്ന് എനിക്ക് അരുൺ സാറ് പറഞ്ഞു തന്നൊരു പോയിന്റ്, ഈ ഇൻഡസ്ട്രി ഇന്ന് നീ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അടുത്ത 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന്. ഇപ്പൊ നമുക്കറിയാം, കുറച്ച് ടീമേ നമുക്ക് ഉണ്ടാവും. ആ കുറച്ച് ടീമിൽ നിന്ന് മാത്രം ഇന്ന് 10-15 ഉറുപ്പ്യ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ മാത്രമുള്ള മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി നാളെ എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിയാൽ, ലോകം മുഴുവനും എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിന്റെ ഗ്രോത്ത് ലെവൽ എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കമ്പനിയുടെ അടുത്ത നെക്സ്റ്റ് വിഷൻ എന്ന് പറയുന്നത് തന്നെ ഏഷ്യയിലെ തന്നെ നമ്പർ 1 കമ്പനി ആവുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അതിന്റെ
പല തരത്തിലുള്ള ചുവടുകളും അല്ലെങ്കിൽ അതിന്റെ പല തരത്തിലുള്ള ഇതൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് നീക്കി വെച്ച് തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ മുഖച്ഛായ മാറി വരികയാണ്. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ നമുക്കറിയാം, ഒരു ഭാഗത്ത് നിന്നും ഇൻഡസ്ട്രി മാറി വരുന്ന സമയത്ത് മറുഭാഗത്ത് നിന്നും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു 10 വർഷം മുമ്പ് ഒരു സാധാരണക്കാരൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കൂലി കിട്ടിയത് ഒരു 500 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു സാധാരണക്കാരൻ ഒരു നാടൻ പണിക്ക് പോകുന്ന ആൾക്ക് ഒരു 500 രൂപ കൂലി കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ കൂലി എത്രയായി മാറി? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 500 എന്ന് പറയുന്ന കൂലി 1000 ആയിട്ട് മാറി, അല്ലെങ്കിൽ 1200 ആയിട്ട് മാറി. അതായത് 500ന്റെ ഇരട്ടി, ഒരു 10 വർഷം കൊണ്ട് അതിന്റെ ഇരട്ടിയായിട്ട് മാറി. എന്നാൽ അതേ സമയത്ത് ഇന്ന് ഒരു 10 വർഷം മുമ്പുള്ള ഗോൾഡിന്റെ പ്രൈസ് ആണോ ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത്? അതായത് അതിന്റെ ഇരട്ടിയല്ല ഇത്, അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയും മാത്രമല്ല, ഒരു 2 3 ഇരട്ടിക്ക് മേലെ അത് പോയി. എന്നാൽ അന്നുണ്ടായിരുന്ന തരത്തിലുള്ള ലൈഫ് സ്റ്റൈല്, ഒരു ഫോൺ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്നൊരു 10 ഫോണാണ് റീചാർജ് ചെയ്യുന്നത്. കുറച്ചു കാലം മുമ്പ് നമ്മളൊരു കാർഡിൽ ഒരു 10 രൂപയുടെ കാർഡ് ചുരണ്ടി നമുക്ക് ആവശ്യമുള്ള മാത്രം വിളിച്ചാൽ മതിയായിരുന്നു. ഇന്ന് അങ്ങനത്തെ ഓപ്ഷൻ നമുക്കില്ല. ഫോൺ ഓഫർ ചെയ്യണം, റീചാർജ് ചെയ്യണം, നെറ്റ് നമുക്ക് ആവശ്യമാണ്, വൈഫൈ ആവശ്യമാണ് എന്ന് പറഞ്ഞ, ചുരുക്കം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഇവിടെ നമുക്ക് പട്ടിണി കിടക്കണമെങ്കിൽ പോലും പൈസ വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന പഴയ സിസ്റ്റം പോലെ നമ്മൾ സാധാരണ ജോലി ചെയ്യാനും സാധാരണ രീതിയിൽ പ്രവർത്തിക്കാനും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് സമൂഹത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതിന് നമുക്ക് എന്തു വേണം? അതിന് നമുക്ക് എക്സ്ട്രാ ഇൻകംസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അതിനാണ് ഇത്തരത്തിലുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുക. നമുക്കറിയാം, ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് സാധാരണക്കാർക്ക്, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ മേഖലയായിട്ട് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തൊഴിലവസരം ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ആദ്യം ഇതിനെ ഗ്രീൻ ടിക്ക് ഇട്ട് കഴിഞ്ഞു. രണ്ടാമത്, തൊഴിൽ ചെയ്യുന്ന മാത്രമല്ല, തൊഴിൽ ചെയ്യുന്ന എല്ലാവരും ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്നുണ്ട്. അപ്പം ടാക്സിന്റെ കാര്യത്തിലും ഗവൺമെന്റ് ഹാപ്പി. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുകയാണ്, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല ആളുകൾ സാധാരണ ഇപ്പോ നമ്മുടെ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രമോദ് എന്ന് പറയുന്ന ഒരു ലീഡറുണ്ട്, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയാം. ആളൊരു കള്ള് ചെത്ത് തൊഴിലാളിയാണ്. ഒരു കള്ള് ചെത്ത് തൊഴിലാളി, അദ്ദേഹത്തിന്റെ വേഷം എന്താണെന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ആ വേഷത്തു നിന്നൊക്കെ മാറി കോട്ടും സ്യൂട്ടും ഇട്ടിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് മാറുന്നതെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും മാറി വന്നു കഴിഞ്ഞാൽ മാറാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ മാറാൻ വേണ്ടിയിട്ട് പോകും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ നോക്കിയാലും സാധാരണ കുട്ടികളൊക്കെ മറ്റ് ഡ്രഗ്സിൻ്റെതും അതിൻ്റെയൊക്കെ മേഖലയിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ എന്താണ്, അത്തരം കുട്ടികളൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അത്തരം ടോക്കുകളൊന്നുമില്ല. നല്ല കാര്യങ്ങൾ പഠിക്കുന്നു, ജീവിതത്തിൽ സക്സസ് ആകണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടാക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, ടൈം മാനേജ്മെന്റ്, പങ്ക്ച്വാലിറ്റി ഉണ്ടാവണം, ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രയധികം ഗുണങ്ങളുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ എവിടെയൊക്കെയോ ചില ആളുകൾ ചെയ്തതിൻ്റെതും, അല്ലെങ്കിൽ ചില ആളുകൾ ഈ മേഖല, അത് ഏത് മേഖലയിലുണ്ടാവും, ഒരു മേഖലയെ നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, മോശമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെ, അതിനെ ചീത്തപ്പേരുണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ടീച്ചിങ് മേഖല അല്ലെ, നമ്മളറിയാം എത്രയോ കുട്ടികളെ ഉപദ്രവിച്ച ടീച്ചർമാർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അധ്യാപകന്മാര് ചെറിയ കുട്ടീനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപക മേഖല മോശമാണെന്നാണോ? അല്ല, അത് ഏതോ ഒരു വ്യക്തി ചെയ്തൊരു കാര്യം മാത്രമാണ്. എന്ന് പറയുന്നത് പോലെ ഇത്ര മനോഹരമായിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയിൽ ചില ആളുകൾ മാത്രം വളരെ മോശമായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അവർ ചെയ്തതിന്റെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില മണി ചെയിൻ പോലത്തെ ചില കമ്പനികളൊക്കെ വന്നിട്ട് നമ്മളെ ആളുകളെ പൈസ ഒക്കെ വലിയ ലക്ഷങ്ങളും കോടികളും 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെ ഇടിയിപ്പിച്ചുകൊണ്ട് ആളുകളുടെ കിടപ്പാടം പോലും വിറ്റ് പോകുന്ന തരത്തിലേക്കൊക്കെ മാറ്റി കൊടുക്കുന്ന പല അത്തരം ഫ്രോഡ് കമ്പനികളൊക്കെ. പക്ഷെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക്, നമ്മളറിയാം, നമ്മളൊരു കമ്പനി സെന്ററിൽ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് യൂസ് ദ പ്രൊഡക്റ്റ് ദെൻ റെക്കമെൻഡ് എന്നുള്ളതാണ്. വളരെ അഭിമാനത്തോടു കൂടി ഒരുപാട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് പരിചയപ്പെടുത്തിയതിനു ശേഷം പറയാണ്, നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ വിലക്കുറവിന് വാങ്ങി ഉപയോഗിക്കാം ഈ പ്രൊഡക്റ്റ്. ദെൻ അടുത്ത കാര്യം എന്താ പറയുന്നത്,
ഈ വിലക്കുറവിന് വാങ്ങിയ പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാം, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാം. മൂന്നാമതാണ് പറയുന്നത്, ഒരു ബിസിനസ് ആയിട്ട് ചെയ്ത് ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ സഹോദരന്മാരെയും അല്ലെങ്കിൽ നിങ്ങളെ കൂടപ്പുറപ്പുകളെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന് അവർക്കൊരു ഇൻകം നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും വരുമാനം കിട്ടും, അവരുടെ ജീവിതം രക്ഷപ്പെടും, അവർക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും, നല്ല വെൽത്ത് ഉണ്ടാവും. അങ്ങനെ കൂട്ടമായി നിന്ന് വളരെയധികം എന്താ പറയാ സൗഹൃദങ്ങൾ മാത്രം നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ നമ്മൾ ഈ ഒരു 400 എന്താ പറയാ 400 മുകളിലുള്ള ആളുകൾ ഇവിടെ നമുക്ക് ലൈവായിട്ടുണ്ട്. ഇതിൽ വ്യത്യസ്ത പാർട്ടിക്കാരുണ്ടാകാം, വ്യത്യസ്ത മതക്കാരുണ്ടാവാം, വ്യത്യസ്ത ജാതിക്കാരുണ്ടാവാം. പക്ഷെ എല്ലാ മതമായാലും ജാതിയായാലും ഇനി എന്ത് സംഭവമായാലും എന്ത് സംഘടനകളായാലും എന്ത് ഇപ്പം വലിയ ആളുകളായാലും ചെറിയ ആളുകളായാലും പാവപ്പെട്ടവനായാലും പൈസക്കാരനായാലും എല്ലാം ഒരുപോലെ സ്നേഹത്തോടു കൂടി കൊണ്ടുപോകുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിനൊരു ശക്തമായ മാനേജ്മെന്റും ഒരു ശക്തമായ ലീഡേഴ്സും ഒക്കെ നമുക്കുണ്ട്. അപ്പം അത്ര നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നമുക്കറിയാം, ഇങ്ങനെ എല്ലാവരും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഇപ്പം ഞാനൊരു കോൺഗ്രസ്സുകാരൻ, എന്റെ ഓർഗനൈസേഷനിൽ വന്നത് ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ, അല്ലെങ്കിൽ ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ എന്റെ ഓർഗനൈസേഷനിൽ വന്ന ഒരു BJP കാരൻ. അപ്പം ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്, എന്റെ താഴെ വന്ന ഒരു BJP കാരനാണ്. അപ്പൊ ആ BJP കാരനെ രക്ഷപ്പെടുത്തിയാലേ നമ്മൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെയും കൈപിടിച്ചു എന്താ പറയാ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ പറയാ ആ രീതിയിലേക്ക് സ്നേഹിക്കുന്ന ഒരു ടീം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മോഡൽ ബിസിനസ് എന്ന് വേണ്ടിയിട്ട് നമുക്ക് പറയാം. അപ്പൊ എങ്ങനെ നമ്മൾ തൂക്കി നോക്കിയാലും അത് ആ രീതിയിൽ തന്നെ അതിന്റെ തട്ട് താണ് നിൽക്കുന്ന രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലായാലും ഒരു ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്ക്. ഇനി ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ഒരു ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പം പറയും ലിസ്റ്റിൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി ഇല്ല എന്നൊക്കെ കേട്ടേക്കാം. അത് വേറൊന്നുമല്ല, അതായത് കമ്പനിയിലേക്ക് മൊത്തം ഗവൺമെന്റിലേക്ക് ഒരുപാട് കമ്പനികൾ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിൽ കമ്പനി ആദ്യം ഒരു എന്താ പറയാ കുറച്ച് കമ്പനികളുടെ നോക്കിയിട്ടുണ്ട്, ഇനി ബാക്കി കമ്പനികളുടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം ഒറ്റ കാര്യമേ ഉള്ളൂ, ആ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നിയമം വരാൻ വേണ്ടിയിട്ട് അതിന്റെ ഏറ്റവും മുന്നിൽ പ്രവർത്തിക്കുന്ന നമ്മളെ ട്രേഡ് യൂണിയന്റെ ഭാഗത്തൊക്കെ ഏറ്റവും മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഏത് യൂണിയൻ ആയിക്കോട്ടെ, അതിന്റെയൊക്കെ മുന്നിൽ ഈ നിയമം വരാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതിന് ശക്തമായിട്ട് നമ്മളെ യൂണിയനിൽ പ്രവർത്തിക്കുന്ന ഒരുപാടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം. കാരണം നമ്മളിത് ഒരു എന്താ പറയാ അങ്ങനെ ഇങ്ങനെ സൈഡ് ബിസിനസ്സോ മറ്റേതോ ഒന്നുമല്ല, നമ്മളും അഭിമാനത്തോടു കൂടി ചെയ്യുന്ന ഇന്ന് നമ്മുടെ രാജ്യത്തിന് നിങ്ങളറിയോ, അതായത് ഈ ഓരോ മാസവും ഇപ്പൊ അടക്കുന്ന റെനിലാൽ എന്ന് പറയുന്ന വ്യക്തി മാത്രം ഗവൺമെന്റിൽ അടക്കുന്ന GST, കുറച്ചു കാലം മുമ്പ് നമ്മൾ TDS ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ നിന്നൊക്കെ മാറി ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റിൽ GSTയിലേക്ക് മാറും. അപ്പം ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുന്ന GST എന്ന് പറയുന്നത് ഓരോ മാസവും ഇവിടുത്തെ ഒരു വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ശമ്പളമാണ് ഗവൺമെന്റിലേക്ക് GST കൊടുക്കുന്നത്. 50,000, അത് മാക്സിമം 87,000 വരെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, പണ്ട് നാട്ടുകാർ കളിയാക്കിയതുണ്ടായിരുന്നു, നിന്നെ കൊണ്ട് എന്തിനാടാ നാട്ടിനും വീടിനും ഒക്കെ ഉപകാരമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നതെന്നുള്ളത്. ഇന്ന് റെനിലാൽ എന്ന് പറയുന്ന വ്യക്തി അടക്കുന്ന GST കൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഹോസ്പിറ്റലിൽ മരുന്ന് പോകുന്നുണ്ട്, അതുപോലെ തന്നെ റേഷൻ കടയിലേക്ക് അരി പോകുന്നുണ്ട്. ഇതൊക്കെ പോകുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റിന് കിട്ടുന്ന ടാക്സ് ആണ്. അപ്പൊ അതിൽ വലിയൊരു ശതമാനം ടാക്സ് ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കമ്പനി സഹായിച്ചു എന്നുള്ളതാണ്. അതായത് അഭിമാനത്തോടു കൂടി നല്ലൊരു വരുമാനം വാങ്ങിക്കാനും അതോടൊപ്പം തന്നെ എന്റെ സമൂഹത്തിൽ എന്റെ ഗവൺമെന്റിന് അങ്ങോട്ട് ടാക്സ് കൊടുത്തുകൊണ്ട് ഇന്ന് വളരെ ശക്തമായിട്ട് ചെയ്യാനും എവിടെയും അഭിമാനത്തോടു കൂടി തന്നെ ഒരു തരത്തിലുള്ള എന്താ പറയാ നമുക്കൊരു എങ്ങനെ മുഖം മറച്ച് ചെയ്യേണ്ട ബിസിനസ് ഒന്നല്ല. കാരണം നമ്മളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ബിസിനസ് ചെയ്യുന്നു, അതിന്റെ പ്രോഫിറ്റ് വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യുക, ആവേശത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യുക. ഓരോ സമയത്തിനും വിജയികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിജയികൾക്ക് നാളെ ഇല്ല, വിജയികൾക്ക് ഇന്ന് മാത്രമേ ഉള്ളൂ. പരാജയപ്പെട്ടവന്റെ ആ ഒരു വാക്കാണ് നാളെ എന്ന് പറയുന്നത്. വിജയിച്ചവന് നാളെ ഇല്ല, അത് ഇന്നാണ്.
നമുക്ക് വേറെ ഒന്നുമില്ല, നാളെ 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 അത് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ചില സമയത്ത് നമ്മൾ പറയും അല്ലെ, കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ നമ്മൾ പറഞ്ഞെന്താണ്, നല്ല സാറേ ശക്തമായ ചൂടാണ്, ഇപ്പൊ പുറത്തിറങ്ങാനാവുന്നില്ല, ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരിയാനെ നമ്മൾ കഷ്ടപ്പെട്ട് കാത്തിരുന്ന് ചൂട് കഴിഞ്ഞപ്പോ പിന്നെന്താ വന്നത്? ഇപ്പൊ എല്ലാരും പറയുന്നത് സാറേ മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ മഴയും ചൂടും വെയിലും തണുപ്പും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ നോക്കണ്ട. ഏത് ചൂടായാലും വെയിലായാലും ഒക്കെ നമ്മൾ പുറത്തിറങ്ങുക. നമുക്കറിയാം, തിര അടങ്ങിയിട്ട് കപ്പൽ ഇറങ്ങാൻ പറ്റൂല എന്ന് പറയാറുണ്ടല്ലേ. അതായത് കടലിലെ തിര ഒന്ന് ശാന്തമായിട്ട് തോണി ഇറക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. ആ തിരയുടെ മുകളിലൂടെ അങ്ങ് ഇറക്കാനേ പറ്റൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരക്കുകളും ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സ്ഥലമല്ല മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു ഒറ്റ കാര്യം, ചില ആൾ പറയും സമയമില്ല സാറേ, ടൈമില്ല, അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെ ചെയ്യണം, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുണ്ട്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള ഒരു വഴിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ തീർക്കാനുള്ള വഴി നമ്മുടെ മുമ്പിലുണ്ട്. അതിന് ലാസ്റ്റ് പ്രയോറിറ്റി. എന്നാൽ ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന മേഖലയ്ക്ക് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മാറ്റിപ്പിടിക്കുക. നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട ആളുകൾ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവർ പറയുന്ന വാക്കുകൾ കേട്ട് ഇറങ്ങാൻ വേണ്ടി തയ്യാറാക്കുക. 10ഉം 15ഉം 20ഉം കൊല്ലമായിട്ട് ഒരു കമ്പനിയിൽ നിന്നിട്ട് ഒരു 10 റുപ്യ ബാലൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു 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 ചെറിയ ടൈം നമ്മൾ ഇവിടെ കൊടുക്കൂ. ഒരു 1-2 വർഷം നമ്മൾ ഇവിടെ ഒന്ന് ഇട്ട് നോക്കൂ. ആ ടൈം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. ആ ടൈമിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കും. എന്തായാലും ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു ഇൻഡസ്ട്രിയാണ്, നല്ല ടീമാണ്. നിങ്ങളുടെ ടീമൊക്കെ വളരെ പവർഫുൾ ആയിട്ട്, കാരണം അതായത് ഒരു ഇത്രയും ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഗൂഗിൾ മീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, ടീം ലെവൽ സ്ട്രക്ചർ ഒന്നും അറിയാത്തത് കൊണ്ടാണ്. എനിവേ എന്തായാലും ആ ഒരു പവർഫുൾ ടീമിന്റെ കൂടെ നിന്നിട്ട് പ്രോഗ്രാമുകളൊക്കെ വരും, സെലിബ്രേഷൻ പ്രോഗ്രാമുകളൊക്കെ വരും. ഏത് സെലിബ്രേഷൻ വന്നു കഴിഞ്ഞാലും ആ വരുന്ന സെലിബ്രേഷനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. ആ പ്രോഗ്രാമിൽ ഞാൻ എൻ്റെ റാങ്ക് TC ആക്കും, ATC ആക്കും, DTC ആക്കും, റാങ്ക് ചേഞ്ച് ചെയ്തിരിക്കും എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് തൊട്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തിറങ്ങുക. എന്നിട്ട് എല്ലാ ദിവസവും ശക്തമായിട്ട് പ്രവർത്തിക്കുക. ഗൂഗിൾ മീറ്റ് കേൾക്കുന്ന ആളുകൾ, ഇതിലൊരു എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവാം അല്ലെ, കുറെ ആളുകൾ ശക്തമായിട്ട് നമ്മുടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് വളരെ സീരിയസ് ആയിട്ട് കേൾക്കുന്നുണ്ടാവും. ചില ആളുകൾ ഉറങ്ങുന്ന സൈഡിൽ തലക്കണീന്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ലീഡേഴ്സ് എന്താ പറയാ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കേറിയിട്ടുണ്ട് എന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാവും. നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ആരെ പറ്റിച്ചു? നമ്മൾ ലീഡേഴ്സിനെ പറ്റിച്ചതല്ല, നമ്മൾ പറ്റിച്ച നമ്മളെയാണ്, നമ്മുടെ സക്സസിനെയാണ്. നമ്മളെ ഇപ്പോ ഒരു കല്യാണത്തിന് പോകണം എന്ന് പറയുന്ന സമയത്ത് ലീഡർ പറയും എന്നാ പൊയ്ക്കോ എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ മാക്സിമം നോക്കുന്നൊക്കെ പറയും. അത് എന്തായാലും വരണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളോട് പറയും. പക്ഷെ ആ കല്യാണത്തിന് നമ്മൾ പോകുന്ന സമയത്ത് വേറെ ഒരു കുഴപ്പമില്ല, നമ്മളെ പറ്റിച്ചു എന്നേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മീറ്റിംഗ് വരുന്ന സമയത്ത് ഒരു വീഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു ബുക്കൊക്കെ എടുത്ത് എഴുതാൻ നമ്മൾ റെഡിയായി നിൽക്കുക. എന്തെങ്കിലും ഒരു പോയിന്റ് ഏതെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീമിനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പുതിയ ആൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആവേശമാവുക. ഇനി ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, സാറേ ആരും ഗൂഗിൾ മീറ്റിൽ കയറുന്നില്ല, അല്ലെങ്കിൽ എന്റെ ടീം ആവേശമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എവിടെയാണല്ലേ, നമ്മൾ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടില്ല, നമ്മളൊരു എക്സ്പീരിയൻസും പറഞ്ഞിട്ടില്ല, എന്നിട്ട് നമ്മളെ ടീം കയറിയിട്ടില്ല എന്ന് നമ്മൾ പരാതി പറയുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റുക. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലോകത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരേ ആളേ ഉള്ളൂ, അത് നമുക്ക് നമ്മളെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ മാറ്റം വരുത്തുക. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്നും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു ആവേശമായി. ഈ ബിസിനസ്സിൽ മുബീൻ മുഹമ്മദ് സാറ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ ഇന്ന് അമേരിക്കയിൽ US പോയിട്ട് അവിടെ വീട് വെച്ച് അവിടെ സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിന് കിട്ടിയ 10 ID നമ്പർ തന്നെയാണ് ഇവിടെ ആർക്കും കിട്ടിയിരിക്കുന്നത്, നമുക്കും കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് സക്സസ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇന്ന് പലർക്കും സക്സസ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മളും ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്, നമുക്കും സക്സസ് ആവാൻ പറ്റും, നമുക്കും കഴിവുണ്ട്. ജനിക്കുമ്പോൾ എല്ലാവരും അല്ലെ, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചാൽ നമ്മളെല്ലാവരും ഒരേപോലെ ആയിരിക്കും കരഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ അവിടുന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ. നമ്മൾ ഇപ്പൊ ജനിച്ച പാടെ തന്നെ ഇപ്പം കളക്ടർ ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവൻ കളക്ടർ ആണ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്തല്ല വരുന്നത്. എല്ലാവരും ജനിക്കുമ്പോൾ ഈക്വൽ ആയിട്ടാണ്. കാരണം എന്താണ്, നമ്മളെ
പടച്ചോൻ എന്താ ചെയ്യുന്നത്, എല്ലാവർക്കും ഒരേ കഴിവും ഒരേ സംഭവങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് എടുക്കുന്ന സെൽഫായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഓരോ വ്യക്തികളെ ജീവിതത്തിൽ പ്രസിഡന്റാക്കി മാറ്റുന്നതും പ്രധാനമന്ത്രിയാക്കി മാറ്റുന്നതും മുഖ്യമന്ത്രിയാക്കി മാറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ വലിയ ബിസിനസ് കോർപ്പറേറ്റുകളാക്കി മാറ്റുന്നതും ഒക്കെ. എന്താണ് ഇപ്പൊ എം എ യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിയും നമ്മളും ഒക്കെ ജനിച്ച അല്ലെ, അദ്ദേഹം ജനിച്ചപ്പം കരഞ്ഞത് ഒരുപോലെയാണ്, നമ്മളും ജനിച്ചപ്പം കരഞ്ഞ ഒരുപോലെയാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കോടീശ്വരനായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ആ പറയുന്നത് പോലെ ഇവിടെ നമുക്കും മാറാൻ പറ്റും. അങ്ങനെ ഒരു അത്തരം ഒരു തീരുമാനമെടുക്കുക. തീരുമാനമെടുത്ത് നല്ലൊരു മോർണിംഗ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇറങ്ങി നല്ല വർക്ക് എടുത്ത് ഇന്നത്തെ ദിവസം ഏറ്റവും കളർഫുൾ ആക്കിയിട്ട് ലീഡേഴ്സിനെ വിളിച്ച് ഞാൻ ഇത്ര പേരെ ബിസിനസ്സിൽ കൊണ്ടുവന്നു, ഇത്ര റീറ്റെയിൽ ചെയ്തു, ഇത്ര പേരോട് ഇത്ര മീറ്റിംഗ് നടത്തി എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഡേ ആവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊക്കെ അറിയാം, സ്ട്രക്ചർ ബേസിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണവും ഈ ഇന്നത്തെ മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഉണ്ടായില്ല. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്, ഇന്ന് നിങ്ങൾ എല്ലാവരും സക്സസ് ആയാൽ എനിക്ക് പറയാൻ പറ്റും എൻ്റെ കമ്പനിയിൽ ഇത്രയധികം അച്ചീവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും 2,10,000 കോടികളും ഒക്കെ വരുമാനം വാങ്ങി നമ്മുടെ കമ്പനിയിലെ താരങ്ങളായിട്ട് നിങ്ങൾ മാറുക. അതെന്റെ ടീമിന് അതൊക്കെ കണ്ടിട്ട് എനിക്കും അത് ഗുണകരമായിട്ട് മാറും എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും വലിയ ഉയരങ്ങളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. ആ ഉയരങ്ങളിൽ തന്നെ നിങ്ങളെയും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസ കൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.